أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد ضل ضلالا بعيدا. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെയും അവന്റെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കുക, അല്ലാഹുവിനെ നമ്മുടെ റബ്ബായി തൃപ്തിപ്പെടുക. നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവിനെ കാണുന്ന രംഗം, ആ സന്ദർഭത്തിൽ സ്വർഗവാസികളായ ആളുകൾക്കുണ്ടാകുന്ന സന്തോഷാധിക്യം തുടങ്ങിയ ഭാഗങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം ഈ മിമ്പറിൽ വിശദീകരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടം അല്ലാഹു വിളിച്ചറിയിക്കുന്നതാണ്. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الله عز وجل തീർച്ചയായും അല്ലാഹു അസ്സ വജൽ ഇദാ അഹബ്ബ അബ്ദൻ, ഒരു അടിമയെ, ഒരു ദാസനെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ, ദഅ ജിബ്രീൽ അലൈഹിസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കുന്നു. വിളിച്ചിട്ട് പറയുന്നു, ഫഖാല ഇന്നി ഉഹിബ്ബു ഫുലാന, തീർച്ചയായും ഇന്ന വ്യക്തിയെ, ഭൂമിയിൽ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന ഇന്ന വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചു പറയും. ഫഅഹിബ്ബഹു, എന്നിട്ട് ജിബ്രീലെ, അതുകൊണ്ട് താങ്കളും എന്ത് ചെയ്യണം? ഞാൻ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയെ താങ്കളും ഇഷ്ടപ്പെടണമെന്ന് അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചു പറയും. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫയുഹിബ്ബുഹു ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ എന്ത് ചെയ്യുന്നു? ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു, ആ മനുഷ്യനെ സ്നേഹിക്കുന്നു. എന്നിട്ടോ സുമ്മ യുനാദി ഫിസ്സമാഇ ഫയഖൂൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തുള്ള മലക്കുകളുടെ കൂട്ടത്തെ വിളിച്ചുകൊണ്ട് പറയും, ഇന്നല്ലാഹ അസ്സ വജല്ല യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബുഹു. മലക്കുകളോട് പറയുക, ഭൂമിയിൽ ഇന്ന വ്യക്തി, ആ വ്യക്തിയെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു, ഞാനും ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങളും ആ വ്യക്തിയെ സ്നേഹിക്കണം. ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാ, അങ്ങനെ ആകാശത്തുള്ള മുഴുവൻ മലക്കുകളും ആ മനുഷ്യനെ സ്നേഹിക്കും. ഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സുമ്മ യൂദഉ ലഹുൽ ഖബൂലു ഫിൽ അർദി, അങ്ങനെ ആ മനുഷ്യന് ഭൂമിയിൽ ഒരു പ്രത്യേകമായ ഒരു സ്വീകാര്യത നൽകപ്പെടും. റവാഹു മുസ്ലിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സ്നേഹിച്ചാൽ ആ സ്നേഹം അല്ലാഹു വിളിച്ചറിയിക്കുന്നു. ആകാശ ലോകത്തുള്ള മുഴുവൻ മലക്കുകളും ആ മനുഷ്യനെ സ്നേഹിക്കുന്നവരായി ചെയ്യുന്നു. ആരെയൊക്കെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുക? നമുക്കറിയില്ല നമ്മുടെ കൂട്ടത്തിൽ ആരാണ് എന്ന്. നമ്മുടെ കൂട്ടത്തിൽ ആരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാൻ നമുക്കറിയാൻ കഴിയില്ല. അതിൽ പക്ഷേ നമുക്കിടയിൽ താമസിക്കുന്ന അബ്ദുള്ളയാകാം, അബ്ദുറഹ്മാൻ ആകാം, ഖാസിം ആകാം, അസ്റഫ് ആകാം, ജബ്ബാർ ആകാം, സലീം ആകാം, ഷംസാകാം, യൂസുഫ് ആകാം, ആരും ആകാം, നമുക്കറിയില്ല.
മനുഷ്യന്റേതായ ആദരവ് സ്വീകാര്യത അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിലനിർത്തും. നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് അസ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെല്ലാം ഏതെല്ലാം തരത്തിലുള്ള അപവാദ പ്രചാരണങ്ങൾ ആ പ്രവാചകന്റെ പേരിൽ കെട്ടിച്ചമച്ചു കൊണ്ടുവന്നാലും ലോകാവസാനം വരെ ആ പ്രവാചകന്റെ മഹത്വത്തിന് ഒരു താഴ്ചയും ഉണ്ടാകില്ല. കാരണം അല്ലാഹു അവന്റെ ഹബീബായി, അവന്റെ ചങ്ങാതിയായി, കൂട്ടുകാരനായി, ഇഷ്ടക്കാരനായി തിരഞ്ഞെടുത്തു എന്ന് അറിയിച്ചു തന്ന രണ്ട് പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫാണ്, അഷ്റഫുൽ ഖൽഖാണ്, സൃഷ്ടികളിൽ ഏറ്റവും അഷ്റഫായ വ്യക്തിയാണ്. അതുപോലെ സ്വഹാബത്തിനെ കുറിച്ച് നമുക്കറിയാം. സ്വഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും പറയും റളിയല്ലാഹു അൻഹും വറദു അൻഹു. അല്ലാഹുവിനെ പറ്റി അവർ തൃപ്തിപ്പെട്ടു, അല്ലാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടു. അതുകൊണ്ട് സ്വഹാബത്തിന്റെ വിഷയത്തിൽ നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പ്രവാചകന്റെ സ്വഹാബത്തിനെ കുറ്റം പറയാൻ പാടില്ല. അവരിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ സ്വഹാബത്തിനെ പഴി പറയാൻ പാടില്ല. കാരണം അല്ലാഹുവിന്റെ റിള, അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ച ഖുർആൻ സർട്ടിഫൈ ചെയ്ത ഒരു വിഭാഗമാണ് പ്രവാചകന്റെ സ്വഹാബത്ത് എന്ന് പറയുന്നത്. നമ്മളിൽ ആരെയൊക്കെയാണ് അല്ലാഹുവിന് ഇഷ്ടം നമുക്കതറിയാൻ കഴിയില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ ആ സ്നേഹം അല്ലാഹു തുറന്നു കാട്ടും. മലക്കുകളെ വിളിച്ചു പറയും, ജിബ്രീലിനെ വിളിച്ചു പറയും, എല്ലാവരും സ്നേഹിക്കും. ഇത് അല്ലാഹുവിന്റെ ഒരു ശൈലിയാണ്, രീതിയാണ്. ഇനി അടിമകളായ നമുക്കിടയിലാണെങ്കിലോ നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്ന വിഷയം, നമുക്കിടയിലാണെങ്കിലോ സ്നേഹം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വെക്കാനുള്ളതല്ല, ഇതുപോലെ വിളിച്ചറിയിക്കാനുള്ളതാണ്, തുറന്നു കാട്ടാനുള്ളതാണ്. അനിൽ മിഖ്ദാം ഇബ്നു മഅദി കരിബ റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. മിഖ്ദാം ഇബ്നു മഅദി കരിബ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് നിവേദനം ചെയ്യുകയാണ്. അദ്ദേഹം പറയുകയാണ്, പ്രവാചകൻ പറഞ്ഞു, ഇദാ അഹബ്ബ റജുലു അഖാഹു ഫൽയുഖ്ബിർഹു അന്നഹു യുഹിബ്ബുഹു. ഒരു മനുഷ്യനെ നീ സ്നേഹിച്ചാൽ, ഇദാ അഹബ്ബ റജുലു, ഒരാൾ സ്നേഹിച്ചാൽ, അഖാഹു തന്റെ സഹോദരനെ, ഫൽയുഖ്ബിർഹു അവൻ അറിയിച്ചു കൊള്ളട്ടെ, അന്നഹു യുഹിബ്ബുഹു തീർച്ചയായും ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന കാര്യം ആ വ്യക്തിയെ അറിയിച്ചു കൊള്ളട്ടെ. ഇത് നമുക്കിടയിൽ ഇല്ലാതെ പോകുന്ന ഒരു രീതിയാണ്. പല ആളുകൾ പറയും, എനിക്ക് സ്നേഹവും കേട്ട്, സ്നേഹം ഉള്ളിലാണ്, ഞാൻ പുറത്തു കാണിക്കാറില്ല, എനിക്ക് പുറത്തു കാണിക്കാൻ അറിയില്ലാന്ന്. അല്ല, സ്നേഹം ഉള്ളിൽ വെക്കാനുള്ളതല്ല, പുറത്തു കാട്ടാനുള്ളതാണ്. അത് ഓപ്പണായി തുറന്നു പറയാനുള്ളതാണ്. പ്രവാചകൻ പറയുന്നത്, നിനക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നീ അത് തുറന്നു പറയണം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ മനസ്സിലാക്കണം, ഇത് തന്റെ കൂടെ പഠിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനോട് ഐ ലവ് യു എന്ന് പറയാനുള്ള തെളിവായിട്ട് ഈ ഹദീസിനെ ദുർവ്യാഖ്യാനിക്കരുത്. നമുക്ക് ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരനോട്, സുഹൃത്തിനോട്, ഉപ്പയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, മോനെ ഉപ്പക്ക് നിന്നെ ഇഷ്ടമാണ്, മോളെ ഉമ്മക്ക് നിന്നെ ഇഷ്ടമാണ്, ഉപ്പ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഇഷ്ടം തുറന്നു പറയാനുള്ളതാണ്, അത് അറിയിക്കാനുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്ന റജുലൻ കാന ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഒരിക്കൽ പ്രവാചകന്റെ അടുക്കൽ ഒരാൾ ഉണ്ടായിരുന്നു. ഒരു മനുഷ്യൻ പ്രവാചകന്റെ അടുക്കൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഫമറ ബിഹി റജുലുൻ, വേറൊരാൾ അതിലെ നടന്നുപോയി. ഫഖാല, ആ സമയത്ത് പ്രവാചകന്റെ അടുക്കൽ നിന്ന് ഈ വ്യക്തി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ലാ ഉഹിബ്ബു ഹാദാ, ഞാൻ ഇയാളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരാളിങ്ങനെ പാസ് ചെയ്തു പോയപ്പോ പ്രവാചകന്റെ അടുക്കൽ നിൽക്കുന്ന ആള് പ്രവാചകനോട് പറഞ്ഞു, നബിയെ, ആ പോണ ആളെ എനിക്ക് ഇഷ്ടമാണ്. ഫഖാല ലഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅലംതഹു, പ്രവാചകൻ തിരിച്ചു ചോദിച്ചു, ഇഷ്ടമാണ് എന്നത് നീ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടോ? അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, ഖാല ലാ, ഇല്ല. ഖാല, പ്രവാചകൻ പറയുക, അഅലിംഹു, എങ്കിൽ നീ അയാളെ അറിയിക്കണം. ഇഷ്ടം ഉള്ളിൽ വെക്കാനുള്ളതല്ല, ആ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ സ്നേഹബന്ധങ്ങൾ കൂട്ടിയുറപ്പിക്കാൻ, അത് ദൃഢമായി തീരാൻ. ഭാര്യയെ വിളിച്ചിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ, ഭർത്താവിനെ വിളിച്ചിട്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എത്ര സന്തോഷമുള്ള ഒരു കുടുംബജീവിതം ഉണ്ടാകും അവിടെ. ഇഷ്ടം തുറന്നു പറയാനുള്ളതാണ്. പ്രവാചകൻ പറഞ്ഞു, നീ അയാളെ അറിയിക്കണം. ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫലഹിഖഹു ഫഖാല ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്. ഈ മനുഷ്യൻ
മനുഷ്യൻ അയാളെ വയ്യാതെ ചെന്നിട്ട് അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ താങ്കളെ സ്നേഹിക്കുന്നു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു. ആ സമയത്ത് ഫഖാല, മനുഷ്യൻ തിരിച്ചു പറഞ്ഞു, അഹബ്ബകല്ലദീ അഹബ്ബതനി ലഹു, താങ്കൾ എന്നെ ആർക്ക് വേണ്ടിയാണോ ഇഷ്ടപ്പെട്ടത് അവൻ നിങ്ങളെയും ഇഷ്ടപ്പെടട്ടെ, അഥവാ അള്ളാഹുവിന്റെ ഇഷ്ടം നിന്നിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ മനുഷ്യൻ ചെയ്തത്. നോക്ക് നിങ്ങൾ, സ്നേഹം ഉള്ളിൽ ഒതുക്കാനുള്ളതല്ല, തുറന്നു കാണിക്കും, അത് തുറന്നു കാട്ടാനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന, അല്ലാഹു തൃപ്തിപ്പെടുന്ന 3 കൂട്ടരുണ്ട്. അല്ലാഹു വെറുക്കുന്ന 3 സംഗതികളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ തൃപ്തി നമ്മൾ പിടിച്ചു വെച്ചാന്നുള്ളതാണ്. അല്ലാഹുവിനെ കുറിച്ച് നമുക്ക് വേണം, അല്ലാഹുവിന്റെ ഇഷ്ടം നമുക്ക് വേണം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യർദാ ലക്കും സലാസ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ 3 കാര്യങ്ങൾ അല്ലാഹുവിനെ തൃപ്തി ലഭിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അല്ലാഹുവിനെ തൃപ്തി ലഭിക്കുന്ന 3 കാര്യങ്ങൾ, വയക്റഹു ലക്കും സലാസ, അവൻ വെറുക്കുകയും ചെയ്യുന്ന 3 സംഗതികൾ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞതാണ്, ഫയർദാ ലക്കും, അവൻ നിങ്ങളിൽ തൃപ്തിപ്പെടുന്ന 3 കാര്യങ്ങളിൽ ഒന്നാമത്തേത് അൻ തഅബുദൂഹു, അവനെ മാത്രം ആരാധിക്കലാണ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. അല്ലാഹുവിന്റെ തൃപ്തി നമുക്ക് വേണ്ടേ? ഒരുപാട് സംഗതികൾ. എത്രത്തോളം? ഇന്നല്ലാഹ ലാ യർദാ ലിൽ അബ്ദി യഅകുലുൽ അക്ലത ഫയഹ്മദുഹു അലൈഹ വയശ്റബു ശർബത ഫയഹ്മദുഹു അലൈഹ. ഒരാൾ വെള്ളം കുടിച്ചു, ഭക്ഷണം കഴിച്ചു, അത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ തൃപ്തി ആ മനുഷ്യന്റെ മേൽ ഉണ്ടാകുമെന്നാണ്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ ഇവിടെ ഈ ഹദീസിൽ അല്ലാഹു തൃപ്തിപ്പെടുന്ന, അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന 3 കാര്യങ്ങളാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് അൻ തഅബുദൂഹു, അവനെ മാത്രം ആരാധിക്കലാണ്. ഇത് നമ്മളെല്ലാവരും അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇതാണ് നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ ആധാരം, അടിത്തറ, ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുകളെയാകട്ടെ മനുഷ്യരെയാകട്ടെ എന്നെ മാത്രം ആരാധിക്കാൻ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന് ഖുർആൻ പറയുകയാണ്. മാത്രമല്ല, ലോകത്തുള്ള സകല മനുഷ്യരെയും വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണം, അവനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ആരാണ് നിങ്ങളുടെ റബ്ബ്? അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഖാലിഖായ സൃഷ്ടാവായ അല്ലാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, അവനെ മാത്രം ആരാധിക്കുക. അതാണ് അല്ലാഹുവിന്റെ റിദ ലഭിക്കുന്ന, അല്ലാഹു തൃപ്തിപ്പെടുന്ന ഒന്നാമത്തെ സംഗതിയായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇവിടെ വിശദീകരിച്ചു തന്നിട്ടുള്ളത്. അവന് പുറമെ മറ്റാരെയും നമ്മൾ ആരാധിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഏതെങ്കിലും ഒരു മഹാനെ, ഏതെങ്കിലും ഒരു പ്രവാചകനെ, അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണെങ്കിലും ഏത് പ്രവാചകനാണെങ്കിലും ശരി, അല്ലാഹുവിന് പുറമെ ഒന്നിനെയും നിങ്ങൾ ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇത് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ച ഒരു വിശ്വാസമാണ്. എന്നാൽ ക്രിസ്തു മതത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത് അതിന്റെ അടിത്തറ തന്നെ കുരിശിൽ ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഇസ്ലാം അതിനെ ശക്തമായി എതിർക്കുന്നു. ദുഃഖവെള്ളി ആചരിക്കുന്ന, ഈസ്റ്റർ ആചരിക്കുന്ന നമുക്കിടയിലുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ ഒരിക്കലും ഒരു മുസൽമാനെ അതുമായി, അവരുടെ വിശ്വാസവുമായി ഒരിക്കലും നമുക്ക് കൂടിക്കലരാൻ, നമുക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം എന്താ? വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു, വമാ ഖതലൂഹു വമാ സ്വലബൂഹു, അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, അവർ അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടും ഇല്ല. അവരുടെ വിശ്വാസം എന്താ? ക്രൂശിക്കപ്പെട്ടു എന്നാണ്. ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒഴിവാക്കണേ എന്ന് യേശു കുരിശിൽ കിടന്ന് വിളിച്ചു പറഞ്ഞു എന്നാണ് അവരുടെ വിശ്വാസം. ഖുർആൻ പറയാ, കൊന്നിട്ടില്ല, ക്രൂശിച്ചിട്ടില്ല. പിന്നെ എന്തുണ്ടായി? അത് ഖുർആൻ പറഞ്ഞു, ബർറഫഅഹു അല്ലാഹു ഇലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഉയർത്തി എന്നാണ് ഖുർആൻ പറയുന്നത്. ഇനിയോ ഈസാ നബിയോട് അല്ലാഹു ചോദിക്കുന്ന, യേശുവിനോട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വിശുദ്ധ ഖുർആനിൽ. 5-ാം അധ്യായം സൂറത്തുൽ മാഇദയുടെ 117, 116, 117 എന്നീ 2 ആയത്തുകളിൽ വഇദ് ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച സന്ദർഭം, അതല്ലെങ്കിൽ ചോദിക്കുന്ന സന്ദർഭം, 2 അഭിപ്രായമാണ്. ഒന്ന്, യേശു ക്രിസ്തുവിനെ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് ഉയർത്തിയ
ഇലാഹുകളായി, രണ്ട് ആരാധ്യ വസ്തുക്കളായി സ്വീകരിച്ചോ എന്ന് നീ ജനങ്ങളോട് പറഞ്ഞുവോ എന്ന് അല്ലാഹു ചോദിക്കുമ്പോ ഈസാ അലൈഹിസ്സലാം പറയുകയാണ്, സുബ്ഹാനക റബ്ബേ, നീ എത്രയോ പരിശുദ്ധനാണ്. മാ യഖൂലു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖ്, എനിക്ക് പറയാൻ ഒരു അവകാശവും ഇല്ലാത്ത സംഗതി ഞാൻ പറയുകയോ, ഞാൻ അങ്ങനെ പറയോ റബ്ബേ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനിയോ ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംത, ഞാൻ ജനങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബേ അത് കൃത്യമായി നിനക്കറിയാൻ സാധിക്കും. കാരണം തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക, എന്നിലുള്ളത് നിനക്കറിയാം, നിന്നിലുള്ളത് എനിക്കറിയാൻ കഴിയില്ല. ഇന്നക അൻത അല്ലാമുൽ ഖുയൂബ്, കാരണം അദൃശ്യ കാര്യങ്ങളെ ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ റബ്ബേ നീയാണല്ലോ. അടുത്ത ആയത്ത് ഈസാ അലൈഹിസ്സലാം പറയാ, മാ ഖുൽതു ലഹും, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, ഇല്ലാ മാ അമർതനി ബിഹി, നീ എന്നോട് എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പിക്കപ്പെട്ട കാര്യമല്ലാതെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. എന്താണ് അല്ലാഹു കൽപ്പിച്ചത്? അനിഅബ്ദുല്ലാഹ റബ്ബി വറബ്ബകും, എന്റെയും നിങ്ങളുടെയും റബ്ബ്, രക്ഷിതാവ് ഏകനായ അല്ലാഹയാണ് എന്നല്ലാതെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അപ്പൊ അല്ലാഹുവിന്റെ, ദൈവത്തിന്റെ തൃപ്തിയും പൊരുത്തവും വേണമെങ്കിൽ ഒന്നാമതായി ചെയ്യേണ്ടത് അൻതഅബ്ദുഹു, പ്രവാചകൻ പഠിപ്പിക്കേണ്ടത് അവനെ മാത്രം ആരാധിക്കലാണ്. രണ്ട്, വലാ തുശ്രികൂ ബിഹി ശൈആ, അവനിൽ യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല. ശിർക്ക് ചെയ്യരുത്. അല്ലാഹുവിനെ തൃപ്തി ലഭിക്കുന്ന കാര്യം. തൗഹീദുള്ളവരാണോ നിങ്ങൾക്ക് അല്ലാഹുവിനെ തൃപ്തിയുണ്ട്. നിങ്ങൾ ശിർക്ക് ചെയ്യാത്തവരാണോ അല്ലാഹു തൃപ്തിപ്പെടുന്ന കാര്യമാണ്. ഞാൻ ആമുഖമായി ഓതി വെച്ച 4-ാം അധ്യായത്തിന്റെ 116-ാമത്തെ വചനം, ഖുർആനിൽ അല്ലാഹു പൊറുക്കില്ല എന്ന് അല്ലാഹു പറഞ്ഞ, ഖുർആൻ എടുത്തു പറഞ്ഞ ഒരേ ഒരു പാപമാണ് ശിർക്ക്, അല്ലാഹുവിൽ പങ്കു ചേർക്കൽ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, തീർച്ചയായും അല്ലാഹു അവരിൽ പങ്കു ചേർക്കുന്നത് പൊറുക്കുകയില്ല. അതല്ലാത്ത മറ്റു പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പൊറുച്ചു കൊടുക്കേണ്ടതാണ്. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് ളല്ല ളലാലൻ ബഈദ, അവൻ ബഹുദൂരം വഴിപിഴച്ചു പോകുന്നതാണ്. അല്ലാഹു പൊറുക്കാത്ത പാപമാണ് അല്ലാഹുവിൽ ശിർക്ക് വെക്കുക, പങ്കു ചേർക്കുക. ആരാധനയിൽ മറ്റുള്ളവരുടെ, അല്ലാഹുവിന് നൽകേണ്ട ഇബാദത്തിന്റെ വശങ്ങളിൽ, ആരാധനകളിൽ മറ്റുള്ളവരെ പങ്കാളികളാക്കുക എന്നുള്ളത് അല്ലാഹു പൊറുക്കാത്ത മഹാപാപമാണ്. മാത്രമല്ല ഖുർആൻ വീണ്ടും പറഞ്ഞു, ഖുർആനിലെ 39-ാം അധ്യായത്തിന്റെ 65-ാമത്തെ ആയത്തിൽ, ലൈന അശ്റകത ലയഹ്ബതന അമലുക വലതകൂനന മിനൽ ഖാസിരീൻ, നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ നിന്റെ അമലുകളെല്ലാം ബാത്തിലാണ്, എല്ലാ സൽക്കർമ്മങ്ങളും നിഷ്ഫലമായി പോകും. വലതകൂനന മിനൽ ഖാസിരീൻ, അവസാനം നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ശിർക്ക് ചെയ്യാതിരുന്നാൽ അല്ലാഹുവിന്റെ തൃപ്തി നിങ്ങൾക്ക് ലഭിക്കും. മൂന്നാമത് പ്രവാചകൻ പറഞ്ഞു, സമയക്കുറവുള്ളത് കൊണ്ടാണ് വിശദീകരണം ചുരുക്കുന്നത്. മൂന്നാമത് പ്രവാചകൻ പറഞ്ഞു, വഅൻ തഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ നിങ്ങളൊക്കെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന മൂന്നാമത്തെ കാര്യം, വഅൻ തഅതസിമു ബിഹബ്ലില്ലാഹ്, അല്ലാഹുവിന്റെ പാർശ്വത്തെ ഹബലിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. ജമീഅ, എല്ലാവരും ഒന്നിച്ച്. വലാ തഫറഖു, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. നിങ്ങളിൽ ചിത്രത ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഭിന്നിക്കാതെ ഏകോദര സഹോദരങ്ങളായി വർത്തിക്കേണ്ടവരാണ്. നിങ്ങളെല്ലാവരും അല്ലാഹുവിന്റെ ഹബലിനെ മുറുകെ പിടിക്കേണ്ടവരാണ്. ബിഹബ്ലില്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പാർശ്വം, അഥവാ ഹബലി എന്ന് പറഞ്ഞാൽ കയർ. ബിഹബ്ലില്ലാ യഅനി ദീനില്ലാ, അല്ലാഹുവിന്റെ ദീനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് നിന്ന്
അല്ലാഹുവിന്റെ പാർശ്വത നിങ്ങൾ മുറുകെ പിടിക്കുക. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. നിങ്ങൾ ഭിന്നിക്കരുത്. ഭിന്നിച്ചാൽ ഐക്യം തകർന്നാൽ നമ്മുടെ വീര്യം നഷ്ടപ്പെടും, നമ്മുടെ ശക്തി നഷ്ടപ്പെടും. ശത്രുക്കൾക്ക് നമ്മളെ കുറിച്ചുള്ള ഭയമില്ലാതെയാകും. നമ്മളെ തമ്മിൽ തല്ലിക്കാൻ ശത്രുക്കൾ പല പണിയെടുക്കും. നമുക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ മുനാഫിഖീങ്ങൾ പണിയെടുത്തതുപോലെ പണിയെടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ മക്കളുടെ ഐക്യം തകർക്കാൻ പല ആളുകളും രംഗപ്രവേശം ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ പാർശ്വത നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം. നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിന്റെ തുടർച്ചയിലോളം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണം. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ നൽകിയ നിഅമത്തിനെ നിങ്ങൾ ഓർക്കണം. ഇദ് കുൻതും അഅദാ, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തെ അല്ലാഹു കൂട്ടിയിണക്കി തന്നു. ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാനാ, അങ്ങനെ അല്ലാഹുവിന്റെ നിഅമത്ത് കൊണ്ട് നിങ്ങൾ ഏകോദര സഹോദരങ്ങളായി തീർന്നു. വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൽ നാരി, നിങ്ങൾ നരകമാകുന്ന വലിയ കുണ്ടിന്റെ കുഴിയുടെ വക്കിലായിരുന്നു. ഫഅൻഖദകും മിൻഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി. നമുക്കറിയാം, മദീനയിലെ അറിയപ്പെട്ട രണ്ട് ഗോത്രമാണ് ഔസും ഖസ്റജും. ഔസ് ഖസ്റജ് രണ്ട് ഗോത്രങ്ങൾ. ഭയങ്കര ശത്രുതയായിരുന്നു അവർക്കിടയിൽ. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ യുദ്ധം ചെയ്യുകയാണ്. ഒരു ഗോത്രത്തിന്റെ ഒട്ടകം മറ്റൊരു ഗോത്രത്തിലേക്ക് പ്രവേശിച്ചാൽ അതിന്റെ പേരിൽ പോലും യുദ്ധം ചെയ്തിരുന്ന അത്രമാത്രം ശത്രുതയിലും വിദ്വേഷത്തിലും കലാപത്തിലും കഴിഞ്ഞുകൂടിയിരുന്ന ഒരു ജനത. ഇസ്ലാമാകുന്ന വെളിച്ചം ഒന്ന് ആലോചിച്ചു നിങ്ങൾ. ഖുർആൻ പറയുന്നത് നരകത്തിന്റെ വക്കീലായിരുന്നു. ആ നിലക്ക് അവർ മരണപ്പെട്ടാൽ, ആ ജാഹിലിയത്തിലായിരിക്കും അവർ മരണപ്പെട്ടാൽ അവരെ കാത്തിരിക്കുന്നത് നരകമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇസ്ലാം എന്ന ആ പ്രകാശത്തെ വെളിച്ചത്തെ നൽകി. അവരുടെ ഹൃദയത്തിലേക്ക് കയറി ശത്രുത മാറി. അവർ പരസ്പരം ഹൃദയങ്ങൾ കൂട്ടിയിണക്കപ്പെട്ടവരായി, ഏകോദര സഹോദരങ്ങളായി. ഇനി വീണ്ടും പഴയ കോലത്തിലേക്ക് നിങ്ങൾ പോകരുത്. വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരു ആദർശത്തിന്റെ പേരിൽ ഒന്നിച്ചവരാണ്, അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിച്ചവരാണ്, അള്ളാഹുവിന്റെ പേരിൽ ഒന്നിച്ചവരാണ്. ഇനി വീണ്ടും അള്ളാഹു നിങ്ങളെ നരകത്തിന്റെ വക്കിൽ നിന്നാണ് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. അവന്റെ നിഅമത്തെന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിങ്ങളുടെ മേൽ ഇറക്കി തന്നു. നിങ്ങൾക്കിടയിലുള്ള ശത്രുത മാറ്റി. അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കി, ഏകോദര സഹോദരങ്ങളാക്കി മാറ്റി. ഇനി നിങ്ങൾ ഭിന്നിക്കരുത്. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു. അല്ലാഹുവിന്റെ പാർശ്വത്തെ ആ ഹബലിനെ, ആ കയറിനെ നിങ്ങൾ എല്ലാവരും കൂടി മുറുകെ പിടിക്കുക. നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. എങ്കിൽ അല്ലാഹുവിന്റെ റിള നിങ്ങളിൽ ഉണ്ടാകുന്നത് അല്ലാഹു തൃപ്തിപ്പെടുന്ന മൂന്നാമത്തെ കാര്യമാണ്. വയക്റഹുലകും സലാസ, അല്ലാഹു വെറുക്കുന്ന മൂന്ന് സംഗതികളുണ്ട്. ഏറ്റവും ഷോർട്ടാക്കി പറയാൻ സമയമില്ലാത്ത തീരവക്കാല കണ്ടത് കേട്ടതൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചില മനുഷ്യന്മാർ തെളിവൊന്നും വേണ്ട. എന്തെങ്കിലും കിട്ടി ഉടനെ പോസ്റ്റ് ചെയ്യും, ഉടനെ ഫോർവേഡ് ചെയ്യും. എല്ലാം അങ്ങനെ ഇരുന്നില്ലേ, എന്താ ചെയ്യാൻ, എല്ലാവർക്കും അയച്ചു പോയല്ലോ. ഇങ്ങനൊരു മണ്ടത്തരം എനിക്ക് പറ്റരുത്. കണ്ടത് കേട്ടത് പറഞ്ഞാൽ എന്തെങ്കിലും കേട്ടാ ഉടനെ അതിങ്ങനെ പറഞ്ഞു വരുന്ന പേപ്പറിൽ വരുന്നതിനേക്കാളും വലിയ ന്യൂസായിരിക്കും ഇന്ന്. അപ്പൊ കണ്ടതും കേട്ടതൊന്നും നിങ്ങൾ പറഞ്ഞു നടക്കരുത്. നിജസ്ഥിതി അറിയാതെ നിങ്ങൾ ഒന്നും പറയരുത്. അല്ലാഹു നിങ്ങളിൽ വെറുക്കുന്ന സംഗതിയാണ്. രണ്ടാമത്തത് ചോദ്യം അധികരിക്കുക. അങ്ങനെയുള്ള ചില ആളുകൾ പല വിഷയത്തിലും അധികരിച്ച ചോദ്യം. നിങ്ങളുടെ മുൻഗാമികൾ നശിക്കാനായ ഒരു കാരണം ഈ ചോദ്യങ്ങൾ അതിൽ കവിഞ്ഞതുകൊണ്ടാണ്. സൂറത്ത് ബഖറ 67-ാമത്തെ ആയത്ത് മുതൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഖൗമിനോട് പറയുന്നത്, ജൂതന്മാരെ അവരോട് ഒരു പശുവിനെ അറക്കാൻ പറഞ്ഞു. അപ്പൊ അവർ ചോദിച്ചു, അത് ഏത് തരം പശുവായിരിക്കണം? അറക്കാൻ പറഞ്ഞാൽ അറച്ചാൽ മതിയായിരുന്നു. അപ്പൊ അവരുടെ ചോദ്യം, ഏത് തരം പശുവായിരിക്കണം? അപ്പൊ അവരോട് പറഞ്ഞു, തീരെ ഇളം പ്രായം അല്ല, എന്നാ മൂത്തതുമല്ല, അതിന്റെ ഇടയിലുള്ള ഒരു ഇടനിലയിലുള്ള ആ നിലയ്ക്ക് ഒരു പ്രായമൊത്ത ഒരു പശുവായിരിക്കണം. അപ്പൊ അവര് വീണ്ടും ചോദിച്ചു, അതിന്റെ കളർ എങ്ങനെയായിരിക്കണം? അപ്പോ അതിന്റെ നിറം മഞ്ഞയായിരിക്കണം, കാണാൻ കൗതുകം തോന്നുന്നതായിരിക്കണം. മറുപടി കൊടുത്തു. അപ്പൊ വീണ്ടും ചോദ്യം, എല്ലാത്തിനും കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്ന ഈ
നഷ്ടപ്പെടുത്തലാണ്, അനാവശ്യമായി സമ്പത്ത് നശിപ്പിക്കലാണ്. അപ്പൊ അള്ളാഹു തൃപ്തിപ്പെടുന്ന 3 കാര്യം, വെറുക്കുന്ന 3 കാര്യം. സമയമില്ലാത്തത് കൊണ്ടാണ് ചുരുക്കിയത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ലഭിക്കാൻ ഉതകുന്ന മാർഗങ്ങൾ അന്വേഷിക്കുക, ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാനാണ്. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. عن أنس بن مالك رضي الله عنه أن النبي صلى الله عليه وسلم قال: إن عظم الجزاء مع عظم البلاء، وإن الله إذا أحب قوما ابتلاهم فمن رضي فله الرضا ومن سخط فله السخط. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീകളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു പ്രവാചക വചനമാണ് നിങ്ങളെ കേൾപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്: ഇന്ന ഇളമൽ ജസാഇ, മഹത്തായ പ്രതിഫലം ഉള്ളത്, തീർച്ചയായും വമ്പിച്ച പ്രതിഫലം, മഅ ഇളമിൽ ബലാഇ, വലിയ പരീക്ഷണങ്ങളോടൊപ്പമാണ്. അഥവാ നിങ്ങൾ അനുഭവിക്കുന്ന വേദന, പ്രയാസം, പരീക്ഷണം ചെറുതാണെങ്കിൽ പ്രതിഫലം കുറച്ചായിരിക്കും. അവ കൂടുതൽ പ്രതിഫലമാണ്. വമ്പിച്ച പ്രതിഫലം എന്ന് പറയുന്നത് വമ്പിച്ച പരീക്ഷണങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന സന്ദർഭത്തിലാണ്. പരീക്ഷണത്തിന്റെ വലിപ്പം അനുസരിച്ചാണ് പ്രതിഫലത്തിന്റെ വർധന ഉണ്ടാവുക. തീർച്ചയായും അല്ലാഹു ഇദാ അഹബ്ബ ഖൗമൻ, ഒരു ഖൗമിനെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ, ഇബ്തലാഹും, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നതാണ്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടായാൽ നമ്മൾ എന്താ പറയാ? പല ആളുകളും ഇത് തിരിച്ചറിയാറില്ല. അല്ലാഹുവിനെ കുറിച്ച് നല്ല ഒരു വിചാരം നമ്മൾ വെച്ചു പുലർത്താനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് നമ്മിൽ പല ആളുകൾക്കും ഇല്ല. അപ്പൊ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടായി, ഒരു അപകടം ഉണ്ടായി, ഒരു മരണം ഉണ്ടായി, കച്ചവടത്തിൽ നഷ്ടം ഉണ്ടായി, അല്ലെങ്കിൽ കിട്ടുമെന്ന് ഉറപ്പിച്ചത് കിട്ടാതെയായി, നമ്മൾ ഉടനെ പടച്ചോനെ ഞാൻ എന്ത് തെറ്റ് ചെയ്ത റബ്ബേ, എന്താണ് റബ്ബേ നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നിങ്ങനെ പരാതി പറയാം. അപ്പൊ അല്ലാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരമുണ്ടോ? ഇല്ല. ഹുസ്നുൽ ظنി ഹുസ്നുൽ ഇബാദ, നല്ലത് വിചാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒന്നാം തരം ആരാധനയിൽപ്പെട്ടതാണെന്നാണ്. മറ്റൊരു ഹദീസിൽ കാണാം: ലാ യമൂതുന അഹദുകും ഇല്ലാ വഹുവ യുക്സിറു ظن ബില്ലാഹി അസ്സ വജൽ. അല്ലാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരത്തോടു കൂടി അല്ലാതെ നിങ്ങൾ ആരും മരിച്ചു പോകരുതെന്നാണ്. അപ്പൊ എപ്പോഴും അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു സദ്വിചാരമുള്ളവനായി നമ്മൾ മാറണം. പ്രയാസങ്ങൾ വരുമ്പോ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു ഇഷ്ടമുള്ളവരെ കൂടുതൽ പരീക്ഷിക്കാം. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ഇത് ഞാൻ ക്ഷമിച്ചാൽ, സഹിച്ചാൽ അവൻ എനിക്ക് പ്രതിഫലം തരും. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഫിറ്റാണ് ഈ ഹദീസ്. എങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് ഏത് വിഷയം എടുത്തു നോക്കിയപ്പോൾ വഖഫ് തന്നെ ഇപ്പൊ നിലവിൽ നമുക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടായാലും ഇതെല്ലാം നമുക്കെതിരായിട്ടാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത്. പൗരത്വമാണെങ്കിലും ഏത് വിഷയം, ഖുർആൻ എത്രയോ മദ്രസകൾ ഉത്തരാഖണ്ഡിൽ അടച്ചുപൂട്ടി, 170ഓളം മദ്രസകൾ ഒക്കെ നമുക്കെതിരാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. മുസ്ലിം ആണ് എന്ന് പറഞ്ഞാൽ അപ്പടിയ നമ്മുടെ രാജ്യത്തിന്റെ പല സംസ്ഥാനത്തിന്റെയും അവസ്ഥയാണ്. 75-76 കൊല്ലമായി ഗസയിൽ പീഡിപ്പിക്കപ്പെടുക, ക്രൂരമായി കൊല ചെയ്യപ്പെടുക, പരീക്ഷണങ്ങൾ ഉണ്ടാകും. പലരും നമുക്കെതിരെ തിരിയും. താടി വെച്ചാൽ പ്രശ്നം, മുസ്ലിം പേരിട്ടാൽ പ്രശ്നം, മദ്രസയിൽ പോയാൽ പ്രശ്നം, പള്ളിയിൽ പോയാൽ പ്രശ്നം, പർദ്ദയിട്ടാൽ പ്രശ്നം, തട്ടമിട്ടാൽ പ്രശ്നം, ആകെ എവിടെ നോക്കിയാൽ നമുക്കെതിരാണ്. ഇതൊക്കെ കേൾക്കേണ്ടി വരും. നമുക്കെതിരെ എന്തെല്ലാം ഖുർആൻ ഒരാഴ്ച ലച്ചുലൗന ഫി അംവാലികും വഅൻഫുസികും വലതസ്മഉന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറ. തീർച്ചയായും നിങ്ങളുടെ സമ്പത്തിലും അതുപോലെയുള്ള ശരീരത്തിലുമെല്ലാം പരീക്ഷണങ്ങളാകും. പലരും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് പലതരത്തിലുള്ള കുത്തുവാക്കുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. നിങ്ങൾ ക്ഷമിക്കണം, സഹിക്കണം. സൂക്ഷ്മത കൈവിടാൻ പാടില്ല. എവിടെയും നമ്മൾ കൈവിടാൻ പാടില്ല. ഒരിക്കലും നമ്മൾ വികാരത്തിന് അടിമപ്പെടാൻ പാടില്ല. ഇപ്പൊ തന്നെ
നമുക്ക് തന്നെ എതിരായി പോയി. ഇതൊക്കെ ഏത് വിധി വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളാണ്. ഇനി നമുക്ക് അനുകൂലമാകട്ടെ എതിരാകട്ടെ, ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. പരീക്ഷണങ്ങൾ കൂടിയാലാണ് പ്രതിഫലത്തിന്റെ വർധനവുണ്ടാവുക. അള്ളാഹു ഒരു ഖൗമിനെ ഇഷ്ടപ്പെട്ടാൽ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ പരീക്ഷണങ്ങളിലെല്ലാം ആരാണോ തൃപ്തി അടയുന്നത്, ക്ഷമിക്കുന്നത്, സഹിക്കുന്നത്, അവന്റെ മേലാണ് അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവുക. ആരാണോ പരീക്ഷണങ്ങളിൽ നിയന്ത്രണം വിട്ടുപോകുന്നത്, ദേഷ്യം പിടിക്കുക, കോപം ഉണ്ടാവുക, അവരുടെ മേലാണ് അള്ളാഹുവിന്റെ കോപം ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരണം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. ഏത് പ്രയാസങ്ങളും നമുക്ക് പറയാനുള്ള നമ്മുടെ റബ്ബിനോടാണ്, പരിഹാരം അവിടെ നിന്ന് വരണം. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ മനസ്സ് അടുക്കുന്നവരായി, മനസ്സ്